ഞാൻ ഈ കുട്ടികളോട് കാണിക്കുന്ന സ്നേഹത്തിനും പ്രായമായ വിഷ്ണുവിന്റെ അച്ഛനോടും അമ്മയോടും കാണിക്കുന്ന കലർപ്പില്ലാത്ത സ്നേഹത്തിനും ഞാൻ നൽകുന്ന ഒരു പവിത്രതയും മാന്യതയുണ്ട്. അതിന്റെ പരിശുദ്ധി എന്നിൽ ഉള്ളിടത്തോളം കാലം ഞാൻ ആർക്കു മുന്നിലും തലകുനിച്ച് നിൽക്കേണ്ട കാര്യമില്ല. നിന്റെ പിന്നിൽ നിന്റെ ശക്തിയായിട്ട് ഞാനുണ്ടാവും. കാരണം ശാലിനി മൂലം ജീവിതം നഷ്ടപ്പെട്ടത് നിനക്കാണ്. നിന്റെ സ്വപ്നങ്ങളും സങ്കല്പങ്ങളുമാണ് അവള് കയ്യേറി കൈക്കലാക്കിയിരിക്കുന്നത്. അതിന് പ്രതികാരം ചോദിക്കേണ്ടതും നീ തന്നെയാ. പെണ്ണിന്റെ കണ്ണീരിന്റെ വില അനുഭവിച്ച പെണ്ണ് തന്നെയാ തീരുമാനിക്കേണ്ടത്. ഞാൻ എന്താണ് ചെയ്യേണ്ടത് പറഞ്ഞാൽ മതി. എന്തിന് ഞാൻ ഒരുക്ക. അതിന്റെ ബാലപാഠം ഓതിത്തരുന്ന ജോലിയെ എനിക്കുണ്ടാവും. ഒപ്പം നിനക്ക് വേണ്ടി കരുക്കൾ നീക്കാൻ ഒരു ബ്രെയിനും സഹായത്തിന് തരും. വിജയിക്കുന്നതുവരെ ചങ്കുപോലെ കൂടെ നിൽക്കുകയും ചെയ്യും. അതായത് തേര് തെളിക്കുന്നത് ഞാനായിരിക്കുമെന്ന്. എന്തിന് ഞാൻ ഒരുക്ക. എന്റെ മനസ്സ് തകർന്ന പോലെ ശാലിനിയും കരഞ്ഞു നടക്കണം. കൂട്ടത്തിൽ നിൽക്കുന്നവരെ നഷ്ടപ്പെടുമ്പോഴുള്ള വേദന അവളും അറിയണം. നീ ഞാൻ പറയുന്നത് പോലെ നിന്നാ ഒരു ശക്തിക്കും നിന്നെ പരാജയപ്പെടുത്താനാവില്ല. നോക്ക്, എന്നെ ആശ്രയിക്കുന്നവർക്ക് ഞാൻ ഐശ്വര്യം വിളമ്പുന്ന മാലാഖ തന്നെയാ. എന്നാ ശത്രുക്കൾക്ക് സംഹാരരുദ്രയും. ഇനി നമ്മൾ ഇവിടുന്ന് ആരംഭിക്കുന്നത് നമ്മുടെ വിജയയാത്രയാ. ശാലിനിക്കും ശിവനും വരാൻ പോകുന്നത് കണ്ണീരിൽ പൊതിഞ്ഞ വിലാപയാത്രയാ. അതിനെന്ത് വേണമെന്ന് ഞാൻ പറയും, നീ ചെയ്യും. ചെയ്യണം. നല്ല സ്പീഡിലാട്ടെങ്കിലേ. ദാ പിടിച്ചോ, പറന്നു പോട്ടെ. സ്പീഡിലാട്ട്, അവളങ്ങ് പറന്നു പോട്ടെ. പപ്പി അങ്ങ് പറന്നു പോവേ. ഇനി സത്യം ആടട്ടെ. പപ്പി ഇനി ഞാൻ. വന്നോ സത്യം വന്ന് കേറിക്കോ. അങ്കിളെ എന്നെ പറത്തു വിട്ടോ. പിടിച്ചിരുന്നോണം, സത്യക്കുട്ടി പറക്കാൻ പോവാ. പിടിച്ചിരുന്നോ. അങ്കിളെ ഇനിയും പറത്തി വിടണം. എന്നതാ പിടിച്ചോ. സത്യക്കുട്ടി പറന്നോ. രാമേട്ട വണ്ടി നിർത്തി. ഇവനിത് രണ്ടും കൽപ്പിച്ചാണല്ലോ. അയ്യോ അമ്മ. പപ്പി, സത്യേ, സ്കൂള് വിട്ട വീട്ടിൽ പോണോന്നറിയില്ലേ? അവരെ വഴക്ക് പറയണ്ട, ഞാനാ അവരെ കൊണ്ടുവന്നത്. ഞാൻ ചോദിക്കുന്നത് എന്റെ കുട്ടികളുടെ അടുത്താ. അതിന് മറുപടി പറയേണ്ടതും അവരാ. എന്താ ഇതൊക്കെ? എന്തിനാ വെറുതെ അവരോട് ദേഷ്യപ്പെടുന്നത്? അവർ ഈ കാര്യത്തിൽ നിരപരാധികളാ. എന്തിനാ നിങ്ങൾ എന്റെ മക്കളെ ഇങ്ങനെ കൊണ്ടു നടക്കുന്നേ? ഇത്രയും നേരം ഒരേ ഇരിപ്പിരുന്ന് പഠിക്കുകയല്ലായിരുന്നോ? ഒന്നും മനസ്സ് തുറന്ന് സന്തോഷിച്ചോട്ടെന്ന് കരുതി. മക്കളെ എന്ന് കളിച്ചോ. ചെല്ല്. എന്നാ വാ പപ്പി. പപ്പി, സത്യേ വരാനാ പറഞ്ഞേ. ഞങ്ങള് കുറച്ച് കളിക്കട്ടമ്മേ. വാ പപ്പി. സത്യ, പപ്പി. അവരുടെ മനസ്സ് സന്തോഷിപ്പിക്കാനേ അവരുടെ അമ്മയായ ഞാനുണ്ട്, അല്ലെങ്കിൽ എന്റെ വീട്ടുകാരുണ്ട്. എല്ലാവരും ഉണ്ടായിട്ടും അവരുടെ മനസ്സ് മനസ്സിലാക്കാൻ പറ്റിയത് എനിക്കല്ല ശാലിനി.
ആ സന്തോഷം അവരുടെ മുഖത്ത് ഇപ്പൊ കാണാൻ കഴിയുന്നുണ്ട്. നിങ്ങൾ ഇങ്ങനെ എന്റെ കുട്ടികളെ കൊണ്ട് നടക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഞാനിപ്പോ എന്തോ വലിയ അപരാധം ചെയ്ത പോലെയാണല്ലോ പറയുന്നത്. അതെ, അപരാധം തന്നെയാ. അതെ, നിങ്ങളുടെ നിഴല് പോലും എനിക്ക് അസ്വസ്ഥതയാ. വല്ലാത്തൊരു വീർപ്പുമുട്ടല എനിക്ക് നിങ്ങളെ കാണുമ്പോ. അത് ശാലിനിയുടെ കാഴ്ചപ്പാടിന്റെ കുഴപ്പമാണ്. അതിനും എന്നെ തന്നെയാണോ കുറ്റപ്പെടുത്തുന്നത്? വിഷ്ണുവിന്റെ പകരക്കാരൻ അവൻ എനിക്കാവില്ല. എനിക്ക് അങ്ങനെയുള്ള ഉദ്ദേശവും ഇല്ല. മകനെ കാണാത്തൊരു അച്ഛന്റെ ദുഃഖം കണ്ടിട്ട് അദ്ദേഹത്തിന്റെ മുന്നിൽ ഒരു മകനായിട്ട് എനിക്ക് നിന്നു കൊടുക്കേണ്ടി വന്നു. അത് ആ അച്ഛന്റെ ദുഃഖം മാറ്റാൻ വേണ്ടി മാത്രമാണ്. എനിക്ക് ഞാനാവാനേ പറ്റൂ. ആർക്കും പകരമാവാൻ ഞാനില്ല. എന്നെ കൊണ്ട് അതിനെ കഴിയുകയില്ല. പറഞ്ഞു മിടുക്കനാവാൻ നോക്കുവാണോ? എന്തിന്? അതിനൊരു ഉദ്ദേശം ഉണ്ടാവുമല്ലോ. ഞാൻ ഈ കുട്ടികളോട് കാണിക്കുന്ന സ്നേഹത്തിനും പ്രായമായ വിഷ്ണുവിന്റെ അച്ഛനോടും അമ്മയോടും കാണിക്കുന്ന കലർപ്പില്ലാത്ത സ്നേഹത്തിനും ഞാൻ നൽകുന്ന ഒരു പവിത്രതയും മാന്യതയുണ്ട്. അതിന്റെ പരിശുദ്ധി എന്നിൽ ഉള്ളിടത്തോളം കാലം ഞാൻ ആർക്കു മുന്നിലും തലകുനിച്ച് നിൽക്കേണ്ട കാര്യമില്ല. അതിന്റെ പേരിൽ ശാലിനി എന്നെ ഇങ്ങനെ ശത്രുവായിട്ട് കരുതേണ്ട കാര്യമില്ല. കാരണം ഞാൻ ശാലിനിയുടെ ഒരു സ്വത്തും തട്ടിയെടുക്കാനോ ശാലിനിയുടെ ജീവിതത്തിലേക്ക് നുഴഞ്ഞു കയറാനോ വന്നിട്ടില്ലല്ലോ. അങ്ങനെ ശാലിനിക്ക് തോന്നാനും സാധ്യതയില്ല. പിന്നെ എന്തിനാ എന്നോടിങ്ങനെ വൈരാഗ്യ ബുദ്ധിയോടെ പെരുമാറുന്നത്? ഒന്നും വേണ്ട. ശാലിനി ആ കുട്ടികൾ കളിക്കുന്നത് നോക്ക്. എന്ത് സന്തോഷത്തോടെ അവർ കളിക്കുന്നത്. ഈ സന്തോഷം കാണാൻ വേണ്ടി തന്നെയാ അവരെ ഞാൻ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്, അറിയോ? ശിവനങ്ങളെ, നമുക്കിനി ബോൾ കളിക്കാം. മക്കള് കളിച്ചോ, അങ്കിള് നോക്കി നിന്നോളാം. പറ്റില്ല, ശിവനങ്ങള് വന്നേ. വാ. ഞാൻ വരാം വരാം വരാം. വിട വിട. അങ്കിൾ അവിടെ നിന്നാ മതി, ഞങ്ങൾ പന്തിട്ട് തരാം. വിഷ്ണുവിന്റെ പകരക്കാരൻ അവൻ എനിക്കാവില്ല. എനിക്ക് അങ്ങനെയുള്ള ഉദ്ദേശവും ഇല്ല. ശാലിനി എന്നെ ഇങ്ങനെ ശത്രുവായിട്ട് കരുതേണ്ട കാര്യവുമില്ല. കാരണം ഞാൻ ശാലിനിയുടെ ഒരു സ്വത്തും തട്ടിയെടുക്കാനോ ശാലിനിയുടെ ജീവിതത്തിലേക്ക് നുഴഞ്ഞു കയറാനോ വന്നിട്ടില്ലല്ലോ. എന്നാ പിടിച്ചോ. സത്യ, അമ്മയെ കൂടെ വിളിക്ക്. അമ്മേ വാ, നമുക്ക് കളിക്കാം. ഇനി മതി മക്കളെ, നമുക്ക് നാളെ ആവാം. നിങ്ങളെ അമ്മ വെയിറ്റ് ചെയ്യാ, നമുക്ക് പോവാം. ഇനി മക്കള് അമ്മയുടെ കൂടെ പോകോ? ഇല്ല, ഞങ്ങൾ ശിവനങ്ങളുടെ കൂടെ വരൂ. ജീപ്പേ നമുക്ക് അടിച്ചു പൊളിച്ചു പോവാം.